ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുലിന്റെ ശവം വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് രൂപ നല്ല രീതിയിൽ എതിർക്കുകയാണ് ചെയ്യുന്നത്. ആ ദുഷ്ടന്റെ മൃതദേഹം ഇവിടെ ഇറക്കണ്ട, ഈ പറമ്പിലൊന്നും അവനെ വെക്കാൻ പറ്റില്ല, അവനെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കലി തുള്ളി നിൽക്കുകയാണ്. ഏതെങ്കിലും പൊതു ശ്മശാനത്തിൽ കൊണ്ട് അവനെ അടക്കം ചെയ്യും, അതിനു വേണ്ട ചെലവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നോളാം എന്ന് ചന്ദ്രസേനനും കൂട്ടിച്ചേർക്കുകയാണ്. എന്തായാലും കൊണ്ടുവന്ന ആംബുലൻസുകാരൻ അതേ ആംബുലൻസിൽ തന്നെ ആ ബോഡി അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് പൊതു ശ്മശാനത്തിലേക്ക്. എന്തായാലും നമ്മുടെ സരയുവിനും ശാരിക്കും അത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സരയുവിനാണ് ഏറ്റവും കൂടുതൽ വിഷമമായിട്ട് അങ്ങനെ നിൽക്കുന്നത്. സരയു ആരും കാണാതെ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷം അച്ഛൻ്റെ അടക്കൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഡ്രൈവറെ ജ്യൂസ് വാങ്ങണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് അയക്കുകയും എന്നിട്ട് ആ വണ്ടിയിലിരുന്ന് വീണ്ടും പൊട്ടിക്കരയുകയും ചെയ്യുകയാണ്. അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ഒട്ടും ഇത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ ജീവിച്ചത് തന്നെ. എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കല്യാണിയെ കൊല്ലാൻ നോക്കിയതും എനിക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് കിരണിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ അറിവോട് കൂടി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഇതാരോടും പറയൊന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ, ഇല്ല മോളെ എനിക്കങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ശാരി പറയുകയാണ്. എന്തായാലും അമ്മ നോക്കിക്കോ, അവള് എന്തായാലും മരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അവൾ മരിച്ചില്ല എങ്കിൽ അവളുടെ മരണം ഞാൻ ഉറപ്പാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് കിരണിന്റെ ജീവിതത്തിലോട്ട് ഞാൻ കടന്നു ചെല്ലും, എനിക്ക് അവകാശപ്പെട്ടതാണ് അവൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവളങ്ങനെ പൊട്ടിക്കരച്ചിലൊക്കെ നിർത്തി അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും താരയ്ക്ക് രൂപ വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇങ്ങനെ രാഹുല് മരണപ്പെട്ട വിവരം. അപ്പോൾ അത് കേൾക്കുന്ന താരയ്ക്ക് ചെറു പുഞ്ചിരിയാണ് ചുണ്ടിൽ വിരിയുന്നത്. അവൾക്ക് അത് നന്നായുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് അവളുടെ മുഖത്ത് നിൽക്കുന്നത്. എന്തായാലും അതിനുശേഷമാണെങ്കിൽ സരയും ശാരിയും ഒക്കെ തിരികെ വരികയാണ്. അപ്പോൾ സരയു പോകുന്നത് അമ്മയുടെ അരികിലേക്ക്, അതായത് താരയുടെ അരികിലേക്ക്, ശാരി രൂപയുടെ വീട്ടിലേക്കുമാണ് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്താ നിന്റെ മുഖത്തൊരു വല്ലാത്തൊരു ഭാവവ്യത്യാസം, ഒരു വിഷമം പോലെ എന്നൊക്കെ ഇങ്ങനെ രൂപ ചോദിക്കുമ്പോൾ, രൂപേ വിഷമില്ലാതെ ഇരിക്കില്ലല്ലോ, എന്തായാലും അവൻ എത്ര ദുഷ്ടനാണെങ്കിലും എൻ്റെ ഭർത്താവല്ലേ ആയിരുന്നത്, പിന്നെ ജീവിതത്തിൽ ഒരുപാട് എന്നെ വേദനിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് തന്നെയാണ് അയാളെ വെറുത്തു പോയത് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിന്റെ മോളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്. അവൾക്ക് അത്ര വലിയ വിഷമമൊന്നുമില്ല എന്നിങ്ങനെ നമ്മുടെ ശാരി അങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിലും താരയുടെ അരികിലേക്ക് വന്നിട്ട് സരയു പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ മരണപ്പെട്ടു, അറിഞ്ഞായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ജീവിച്ചതാണ്, എൻ്റെ അച്ഛൻ എനിക്കൊട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അച്ഛൻ്റെ മരണ വാർത്ത. എന്തായാലും ആ കല്യാണിയെ ഞാൻ ഇല്ലാതാക്കും, അത് ഉറപ്പാണ്. എന്നിട്ട് ഞാൻ കിരണിൻ്റെ ജീവിതത്തിൽ വന്ന് കയറുക തന്നെ ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്നൊക്കെ അങ്ങനെ താരയോട് അങ്ങനെ പറയുന്നുണ്ട്. താരയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, മറുത്തൊന്നും പറയാൻ. തൻ്റെ മകളോട് മറുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാക്ഷസി മാറും, അതുകൊണ്ട് തന്നെ ഒന്നും പറയാനാകാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പം നമ്മുടെ താരയുടെ അവസ്ഥ എന്ന് പറയുന്നത് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. കാരണം സരയുവിനോട് എതിർക്കാൻ പറ്റില്ല, തൻ്റെ മകൾ നഷ്ടപ്പെടും ആ ഒരു അവസ്ഥയിൽ. പക്ഷേ ഇത്രയും നാളും തന്നെ ഇത്രയും സഹായിച്ച, ജീവിതത്തിൽ ഇത്രയും കരകയറ്റിയ, പിടിച്ചു വളർത്തിയ ഈ ചന്ദ്രസേനോടും കുടുംബത്തിനോടും അവരോടിട്ട് തെറ്റുകൾ ചെയ്യാനും തോന്നുന്നില്ല. സരയുടെ അവർ കൂടുതൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കണ്ടു നിൽക്കാനും പറ്റാത്തൊരവസ്ഥ ാണ് താര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പോലീസ് നമ്മുടെ കിരണിന്റെ വീട്ടുമുറ്റത്തേക്ക് വരികയാണ്. അങ്ങനെ പോലീസ് വന്നിട്ട് നമ്മുടെ ഇവനോട്, വേലുവുമുണ്ട് അവിടെ, വേലുവും അതുപോലെ അമലവും കൂടിയിട്ട് കുറച്ച് ദിവസം കിരണിന്റെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വേലുവിനെയും അതുപോലെ രതീഷിനെയും പുറത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. പോലീസുകാർ ജീപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് റോഡ് സൈഡിൽ നിന്നിട്ടാണ് പറയുന്നത്. അങ്ങനെ ആ സമയത്ത്, എന്തിനാ സാറേ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അവർ രണ്ടുപേരും. അപ്പൊ തെറ്റ് ചെയ്തിട്ടില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഒരു കേസാകുമ്പോൾ പലരെയും വിളിപ്പിച്ച് സാക്ഷിയൊക്കെ ആയി പല കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതായിട്ട് ഞങ്ങൾക്കുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വരണമെന്ന് പറയുകയാണ്. അപ്പോൾ പോവല്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരെയും പിടിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.
അതേ സമയത്ത് കിരൺ ആ ഒരു കാഴ്ച കാണുമ്പോൾ കിരൺ ഞെട്ടിപ്പോകുന്നുണ്ട്. അവൻ ചെറുതായിട്ട് പേടിയാവാണ്. കാരണം താൻ ജയിലിൽ കിടന്നാലും ഒരിക്കലും അവരൊന്നും ജയിലിൽ കിടത്താൻ നമ്മുടെ കിരൺ സമ്മതിക്കില്ല. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അവരോടൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിടെ എന്താണെന്ന് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ നമ്മുടെ CI തന്നെയാണ് അതിൻ്റെ പുറകിൽ. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം CI ആ ഒരു സത്യം കണ്ടെത്തുകയാണ്. അപ്പോൾ ഇത് കിരൺ തല്ലിച്ചതച്ച കാര്യങ്ങളൊക്കെ തന്നെ അവരങ്ങനെ പറയുന്നുണ്ട്. കിരൺ തന്നെയാണ് അതിന് സപ്പോർട്ട് നിൽക്കുന്നത്, ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. പക്ഷേ CIയുടെ അന്വേഷണം കിരണിൻ്റെ അരികിലല്ല നിൽക്കുന്നത്. അത് മറ്റൊരാളുടെ, നമ്മുടെ ഗംഗപ്രസാദിനെ കൊന്നത് മറ്റൊരാളാണെന്ന് തെളിവ് സഹിതം തെളിയിക്കുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. അത് മനോഹർ തന്നെയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ 2 ശത്രുക്കളായിട്ടുള്ള ഗംഗപ്രസാദ് ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുലായാലും 2 പേരും മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് വിക്രമാണ്. വിക്രം അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എല്ലാവർക്കും ഒരു പേടി സ്വപ്നം തന്നെയായിട്ടിരിക്കുകയാണ്. ഇനി അവൻ്റെ കാര്യത്തിലാണ് തീരുമാനമെടുക്കാനുള്ളത് എന്ന് പല പ്രാവശ്യം കിരണും ചന്ദ്രസേനൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ പുറത്തിറങ്ങിയാൽ കല്യാണിയെയും അതുപോലെ കാർത്തികയൊക്കെ സൂക്ഷിക്കണമെന്നും ചന്ദ്രസേനൻ കിരണിനെ പറഞ്ഞു കൊടുക്കുകയും ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉടനെ തന്നെ അവൻ പുറത്തിറങ്ങാനുള്ള സാധ്യതയൊക്കെ വളരെയേറെയാണ്. എന്തായാലും നമ്മുടെ മനോഹറിൻ്റെ കത്ത് ഉടനെ തന്നെ കിരൺ എത്തുന്നുണ്ട്. അങ്ങനെ അതിലുണ്ട് ഇവൻ പുറത്തിറങ്ങാൻ പോകുന്ന കാര്യം, നമ്മുടെ വിക്രം പുറത്തിറങ്ങാൻ പോകുന്ന, പരോൾ ഇറങ്ങാൻ പോകുന്ന കാര്യം ആ ഒരു കത്തിലുണ്ടാകും. എന്തായാലും കാര്യങ്ങൾ അവർ നേരത്തെ കൂട്ടി അറിഞ്ഞതുകൊണ്ട് തന്നെ അവൻ ഈ പറഞ്ഞ പോലെ രാഹുലിന്റെ മരണമൊന്നും അവന് ഉൾക്കൊള്ളാൻ ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ അവനിപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്, ഒറ്റയ്ക്കായ ഒരു അവസ്ഥയാണ്. അച്ഛനില്ല, പെങ്ങന്മാരില്ല, കുടുംബമില്ല, ഒന്നുമില്ല. പക്ഷേ കുറേ കൂട്ടുള്ളത്, കുറേ വൈരാഗ്യവും അതുപോലെ അഹങ്കാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കയ്യിലുള്ളത്. അപ്പം അത് അവൻ്റെ അവസാനത്തെ തന്നെയായിരിക്കും. നമ്മുടെ കിരൺ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ വലിയൊരു ആപത്ത് ഇവർക്കിടയിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇവൻ പുറത്തിറങ്ങുകയാണെങ്കിൽ സരയു ആയിരിക്കും അവന് കൂട്ടു നിൽക്കുന്നത്. സരയും അതുപോലെ വിക്രവും ചേർന്നിട്ടാണ് കല്യാണിയെ ഇല്ലാതാക്കാൻ നോക്കുന്നതൊക്കെ അതെല്ലാവരും അറിയുന്നുണ്ട്. അതുപോലെ തന്നെ സരയുവിൻ്റെ മനസ്സിലിരിപ്പ് ഇന്നതാണ് എന്ന കാര്യം അറിയുകയാണ്. അങ്ങനെ നമ്മുടെ വിക്രത്തിനെ തല്ലിച്ചതയ്ക്കുകയും അതുപോലെ തന്നെ അവൻ്റെ മരണം നമ്മുടെ പ്രകാശന്റെ കൈകൊണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സരയു ഭ്രാന്തിയായി മാറുകയും അതുപോലെ അവളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അവളുടെ കുഞ്ഞിനെ ഈ നമ്മുടെ മനോഹർ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അതിന് കൈമാറുകയാണ്. അവൻ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അവൻ നല്ല രീതിയിൽ ജീവിക്കുകയാണ്. അതെല്ലാവർക്കും വലിയ ആശ്വാസമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കുഞ്ഞിന് വളരാനുള്ള കൈകൾ അവൻ്റേത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവന് കൈമാറുകയാണ്, അവൻ്റെ സ്വഭാവം തിരിച്ചറിഞ്ഞിട്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.